ഹായ് ഫ്രണ്ട്സ്, ഇപ്പം സിയിലുള്ള ഒരു ടോപ്പിക്കാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇപ്പം യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും ഫങ്ഷൻ പ്രോട്ടോടൈപ്പിനൊക്കെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഇൻ സി. എ ഫങ്ഷൻ is a block of code that performs a specific task. C allows you to define functions according to your need. These functions are known as user defined functions. അപ്പം നമുക്കറിയാം, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡിനാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുക. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഒരു ഫങ്ഷൻ എന്ന് വേണ്ടി പറയാം. അപ്പം സിയിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്വന്തമായിട്ടൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതായത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വി നീഡ് ടു ക്രിയേറ്റ് എ സർക്കിൾ ആൻഡ് കളർ ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റേഡിയസ്. വി ക്യാൻ ക്രിയേറ്റ് ടു ഫംഗ്ഷൻസ്. അപ്പം ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് യൂസറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫംഗ്ഷനാണ് ക്രിയേറ്റ് സർക്കിൾ ഓഫ്. ഇതാണ് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. ഒരു ചെറിയ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. ക്രിയേറ്റ് സർക്കിൾ ആൻഡ് കളർ, ഈ രണ്ട് ഫംഗ്ഷൻ, അതായത് യൂസറിന് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനും അതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഇത് രണ്ടും. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം. അതിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഇവിടെ. ഇൻറ്റ് ആഡ് നമ്പർ ഇൻറ്റ് എ ഇൻറ്റ് ബി. ഇതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായ ഇതിൻ്റെ സിൻടാക്സ് ആണിത്. അതിൽ ആഡ് നമ്പേഴ്സ് എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ നെയിം ഓഫ് ദ ഫംഗ്ഷനാണ് ആഡ് നമ്പേഴ്സ്. ഇൻറ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ഡാറ്റ ടൈപ്പാണ് സ്പെസിഫൈ ചെയ്തത് ഇൻറ്റ്. ഇത് രണ്ടും അതിൻ്റെ പാരാമീറ്റേഴ്സാണ്. ഇൻറ്റ് എ ഇൻറ്റ് ബി എന്നുള്ളത് പാരാമീറ്റേഴ്സാണ്. അപ്പം രണ്ട് നമ്പർ എയും ബിയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തൊരു ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ആഡ് നമ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു കോഡ് പറയുകയാണെങ്കിൽ, എൻ്റർ ടു നമ്പർ, രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് അത് സ്കാനഫിൽ ആംബസൺ N1 എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് പിന്നെ ഒരു നമ്പറിൻ്റെ രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇൻറ്റ് ആഡ് നമ്പർ, ഈ ആഡ് നമ്പർ എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്, ഫംഗ്ഷൻ നെയിമാണിത്. അത് നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനാണ്. ഇതിനാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി ദ ഡിക്ലറേഷൻ. അത് നമ്മളൊരു ഫംഗ്ഷനെ സ്പെസിഫൈ ചെയ്യുക, അതിൻ്റെ നെയിം, പാരാമീറ്റേഴ്സ്, റിട്ടേൺ ടൈപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷനെ സ്പെസിഫൈ ചെയ്യുക. ആ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. ആ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫംഗ്ഷൻ്റെ ബോഡി ഉണ്ടാവില്ല. അതായത് ഫംഗ്ഷൻ്റെ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കില്ല, ഫംഗ്ഷൻ്റെ ബോഡി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കില്ല. ജസ്റ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് മാത്രം. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫംഗ്ഷൻ്റെ നെയിം ഉണ്ടാവും, പാരാമീറ്റേഴ്സ് ഉണ്ടാവും, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ് 1, ടൈപ്പ് 2 ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര. അങ്ങനെ നമുക്ക് എത്ര ആർഗ്യുമെൻറ്റും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ആർഗ്യുമെൻറ്റ് 1 എന്ന് പറയുന്നത് അതിൻ്റെ ടൈപ്പാണ്, അതായത് അതിൻ്റെ ഡാറ്റ ടൈപ്പിനാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇത് ഇവിടെയുള്ള റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പിനാണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇൻറ്റ് ആഡ് നമ്പേഴ്സ് ഇൻറ്റ് എ ഇൻറ്റ് ബി, ഇതിലേക്ക് ഈ റിട്ടേൺ ടൈപ്പായ ഇൻറ്റ്, ഫംഗ്ഷൻ നെയിമാണ് ആഡ് നമ്പേഴ്സ് എന്നുള്ളത്. ടൈപ്പ് 1, അതായത് ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ്, ഈ ആർഗ്യുമെൻറ്റ് എന്നുള്ള എ എന്ന് പറഞ്ഞാൽ ഈ ആർഗ്യുമെൻറ്റ്, അതായത് ഒരു വേരിയബിൾ, ഈ വേരിയബിളിൻ്റെ ടൈപ്പാണ് ഇൻറ്റ്. ടൈപ്പ് 2 ആർഗ്യുമെൻറ്റിൻ്റെ റിട്ടേൺ ടൈപ്പാണ് ഇൻറ്റ്. ഇപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ്, ഈ ഒരു ഫംഗ്ഷനിൽ നെയിം ഓഫ് ദ ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ്റെ നെയിം, അതായത് ആഡ് നമ്പേഴ്സ് ഉള്ളത് ഫംഗ്ഷൻ്റെ നെയിമാണ്. പിന്നെ റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പിനാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്, അതാണ് ഇൻറ്റ്. പിന്നെ ഉള്ളത് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. 2 ആർഗ്യുമെൻറ്റ്സ് ഓഫ് ടൈപ്പ് ഇൻറ്റ് ആർ പാസ്ഡ് ടു ദ ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് ഇൻറ്റിജറിലുള്ള രണ്ട് വേരിയബിൾ, അതായത് രണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും ടൈപ്പ് ഇൻറ്റ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് പറഞ്ഞ് ഫംഗ്ഷൻ്റെ ബോഡി ഉണ്ടാവില്ല. ഫംഗ്ഷൻ ബോഡി ഇല്ലാത്തതിനാണ് നമ്മൾ
ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, അതായത് ഫംഗ്ഷൻ്റെ ബോഡി സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉള്ളതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയാം. ഫംഗ്ഷൻ ഡെഫിനിഷൻ കണ്ടെയ്ൻസ് ദ ബ്ലോക്ക് ഓഫ് കോഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സിൻടാക്സ് ഇതെങ്ങനെയാണ്: റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ് 1, ടൈപ്പ് 2 ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര. അതായത് റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞത് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഡാറ്റ ടൈപ്പ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞതുണ്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ്, അതിലേക്ക് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ്റെ ബോഡി നമ്മൾ കൊടുക്കുക, അതായത് എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഫംഗ്ഷൻ്റെ ബോഡി നമ്മൾ ഇവിടെ കൊടുക്കുക. അതും കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. When a function is called, the control of the program is transferred to the function definition and the compiler starts executing the code inside the body of a function. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത്, ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ നേരെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്കാണ് പോവുക. എന്നിട്ട് കമ്പൈലർ അവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എന്താണോ പറയണത് ആ കോഡിനാണ് പിന്നെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ, അതായത് ഫംഗ്ഷൻ ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ഇനി ചെയ്യേണ്ടത് അത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കും. അതിനാണ് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ നേരെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്കാണ് പോവുക. പിന്നെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ആ കോഡിനെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ എന്താണോ അവിടെ കൊടുത്തത്, ബോഡി ഓഫ് ദ ഫംഗ്ഷനായിട്ട് എന്താണോ കൊടുത്തത് ആ കോഡാണ് പിന്നെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുക. അതിനാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ആർഗ്യുമെൻറ്റ്സ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതിന് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നുള്ളത്. ആർഗ്യുമെൻറ്റ് റെഫേഴ്സ് ടു ദ വേരിയബിൾ പാസ്ഡ് ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിളിന് പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്. In the above example, two variables n1 and n2 are passed during the function call. ഈ നമ്മൾ മുമ്പേ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളിൽ n1 n2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വേരിയബിളാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ആ വേരിയബിളിന് പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വേരിയബിൾ നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വേരിയബിളിന് പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ n1 n2 ഈ രണ്ട് വേരിയബിളാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ, നേരത്തെ എക്സാമ്പിൾ കാണിക്കാം. ഇതിൽ ഇതാ സം ഈക്വൽ ടു ആഡ് നമ്പേഴ്സ് ഓഫ് n1 n2. ഈ ഒരു എക്സാമ്പിളിൽ ഇത് ഫംഗ്ഷൻ നെയിമാണ്. n1 n2 എന്നുള്ളതാണ് നമ്മുടെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രം. ഇനി നമുക്ക് പറയാനുള്ളത് പാരാമീറ്റേഴ്സ് ആണ്. അപ്പം ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന വേരിയബിൾ. ദ പാരാമീറ്റേഴ്സ് എ ആൻഡ് ബി ആക്സെപ്റ്റ് ദ പാസ്ഡ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പം ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ഒരു വേരിയബിളിനെ നമ്മൾ പാസ് ചെയ്യും, ഒരു ആർഗ്യുമെൻറ്റിനെ പാസ് ചെയ്യും. ആ ആർഗ്യുമെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസിൻ്റെ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സും ആർഗ്യുമെൻറ്റ്സും ഏകദേശം സെയിം തന്നെയാണ്. പാരാമീറ്റേഴ്സ് എ ആൻഡ് ബി ആക്സെപ്റ്റ് ദ പാസ്ഡ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ കൊടുത്ത കൊടുത്ത ആർഗ്യുമെൻറ്റിനെ, പാസ് ചെയ്ത ആർഗ്യുമെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വേരിയബിൾസാണ് എ ആൻഡ് ബി. അതായത് അതിനെ പറഞ്ഞ പേരാണ് പാരാമീറ്റേഴ്സ്. ദീസ് ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഇങ്ങനെ ഈ ഒരു ആർഗ്യുമെൻറ്റിനെ പറയുന്ന പേരാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നാണ് ഈ ഒരു ആർഗ്യുമെൻറ്റിനെ പറയുന്ന പേര്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വേരിയബിൾ, ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ജസ്റ്റ് പാസ് ചെയ്യുന്ന വേരിയബിൾസിന്, ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വേരിയബിൾസിനാണ് ആർഗ്യുമെൻറ്റ്സ് പറയുക. ഇനി അടുത്തത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. സം ഈക്വൽ ടു ആഡ് നമ്പേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ സം ഈക്വൽ ടു ആഡ് നമ്പേഴ്സ് n1, n2. ഇതൊരു ഫംഗ്ഷൻ നെയിമാണ്. ഇതാണ് ആർഗ്യുമെൻറ്റ്സ്. n1 n2 എന്നുള്ളത് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇത് രണ്ടും ഇതിൻ്റെ പാരാമീറ്റേഴ്സാണ്. അതായത് n1നെ ആക്സെപ്റ്റ് ചെയ്യാൻ എ എന്ന് പറഞ്ഞ വേരിയബിളും n2നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബി എന്ന് പറഞ്ഞ വേരിയബിളാണുള്ളത്. അപ്പോൾ ഇതിന് പാരാമീറ്റേഴ്സ് നമ്മൾ പറയും. ഒരു ഇത് നോക്കാം നമുക്ക്. ഇഫ് n1 ഈസ് ഓഫ് ക്യാരക്ടർ ടൈപ്പ് എ ഓൾസോ ഷുഡ് ബി ഓഫ് ക്യാരക്ടർ ടൈപ്പ്.
ഇഫ് n2 ഈസ് എ ഫ്ലോട്ട് ടൈപ്പ് വേരിയബിൾ ബി ഓൾസോ ഷുഡ് ബി ഓഫ് ഫ്ലോട്ട് ടൈപ്പ്. നമ്മൾ പറഞ്ഞ ഈ വേരിയബിളിനെ പാസ് ചെയ്താൽ ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം n1 എന്ന് പറഞ്ഞത് വേരിയബിൾ ഏത് ടൈപ്പാണോ, ഈ n1ൻ്റെ റിട്ടേൺ ടൈപ്പ് ക്യാരക്ടർ ആണെങ്കിൽ എൻ്റെ റിട്ടേൺ ടൈപ്പും ക്യാരക്ടർ തന്നെ ആയിരിക്കണം. n2ൻ്റെ റിട്ടേൺ ടൈപ്പ് ഇപ്പം ഫ്ലോട്ട് ആണെങ്കിൽ ബീൻ്റെ റിട്ടേൺ ടൈപ്പും ഫ്ലോട്ട് ആയിരിക്കണം. അതായത് ഒരേ ഡാറ്റ ടൈപ്പിലുള്ള ഒരേ റിട്ടേൺ ടൈപ്പിലുള്ള വേരിയബിൾസിന് മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അർത്ഥം. ഇവിടെ ഇൻ്റാണ് കൊടുത്തത്, അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പും ഇൻ്റ് തന്നെ ആയിരിക്കണം. ഇൻ്റ് എ എന്നാണ് കൊടുത്തത്, അപ്പോൾ എൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റാണ്. അപ്പം n1ൻ്റെ റിട്ടേൺ ടൈപ്പും ഇൻ്റ് തന്നെ ആയിരിക്കണം. ബീൻ്റെ റിട്ടേൺ ടൈപ്പും ഇൻ്റാണ്, അപ്പോൾ n2ൻ്റെ റിട്ടേൺ ടൈപ്പും ഇൻ്റ് തന്നെ ആയിരിക്കണം. അപ്പം ഒരേപോലെയുള്ള റിട്ടേൺ ടൈപ്പുള്ള വേരിയബിൾസിന് മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ n1 ഇപ്പോൾ ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ എയും ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം, n2 ഫ്ലോട്ട് ആണെങ്കിൽ ബിയും ഫ്ലോട്ട് ആയിരിക്കണം. അത്രേ ഉള്ളൂ. ദ ഫംഗ്ഷൻ can also be called without passing an argument. ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാതെ നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇനിയുള്ള പ്രോഗ്രാമിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.